മലബാറിലെ തെയ്യക്കാഴ്ചകളുടെ പുണ്യഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഏഴിലോട് കാരാട്ട് കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിൻ്റെ ആവേശവും ഭക്തി നിർഭരമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കല്ലന്താട്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചൈതന്യവത്തുമായ തെയ്യക്കോലങ്ങളിൽ ഒന്നാണ് പടമടക്കി തമ്പുരാട്ടി. ഭദ്രകാളിയുടെ രൗദ്രരൂപമായാണ് ഈ ദേവിയെ കാണുന്നത്. നാട്ടിലേക്ക് പടയുമായി വന്ന ശത്രുക്കളെ തൻ്റെ അമാനുഷിക ശക്തിയാൽ മടക്കി അയച്ചതിനാലാണ് പടമടക്കി തമ്പുരാട്ടി എന്ന പേര് വന്നത്. ഭക്തരെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നവളും ശത്രുദോഷം അകറ്റുന്നവളുമായാണ് ദേവി ആരാധിക്കപ്പെടുന്നത്. കളിയാട്ട മഹോത്സവത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള തെയ്യക്കോലങ്ങളിൽ ഒന്നാണിത്. ഉത്തര മലബാറിലെ കാവുകളിൽ തെയ്യങ്ങൾ വരുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ്. പടമടക്കി തമ്പുരാട്ടി ആ കാവിലെ പ്രധാന അമ്മ ദൈവമാണെങ്കിൽ ധർമ്മദൈവം ആ തറവാടിൻ്റെ കാവൽക്കാരനായ പുരുഷ ദൈവമാണ്. ഇവരെല്ലാം ചേർന്നതാണ് ആ നാടിൻ്റെ ആത്മീയമായ കുടുംബം. അതിനാൽ ഉത്സവ സമയത്ത് ഈ മൂർത്തിഭാവങ്ങൾ ഒരേ വേദിയിൽ വരുന്നത് ആ തറവാടിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കുന്നതിനായിട്ടാണ്. പടമടക്കി തമ്പുരാട്ടിയെ അമ്മയായും മണിക്കിടാങ്ങളെ ദേവിയുടെ മക്കളായും അല്ലെങ്കിൽ ദേവിയെ അനുഗമിക്കുന്ന ബാലരൂപങ്ങളുമായാണ് വിശ്വാസികൾ കാണുന്നത്. തമ്പുരാട്ടി പുറപ്പെടുമ്പോൾ കൂടെ ബാലദൈവങ്ങൾ ഉണ്ടാകുക എന്നത് തെയ്യാട്ടത്തിലെ ഒരു പ്രധാന രീതിയാണ്. ഇത് വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ദേവിയെ സഹായിക്കാനോ അല്ലെങ്കിൽ ദേവിയുടെ വിജയത്തിന് സാക്ഷികളാകാനോ കൂടെയുള്ള സൈന്യമായോ ആണ് പലപ്പോഴും മണിക്കിടാങ്ങളെ സങ്കല്പിക്കുന്നത്. ധർമ്മദൈവം ധർമ്മ സംരക്ഷണത്തിനായി ദേവിക്ക് കൂട്ടിരിക്കുന്നു. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ദൈവങ്ങളും ഒത്തുചേരുന്ന സമയമാണ് ഏറ്റവും പുണ്യമുള്ളത്. കുട്ടികളുടെ ഐശ്വര്യത്തിനായി മണിക്കിടാങ്ങളെയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി ധർമ്മദൈവത്തെയും ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പടമടക്കി തമ്പുരാട്ടിയെയും ഒരേ സമയം വണങ്ങാൻ ഇത് അവസരമൊരുക്കുന്നു. ഒരു നാടിൻ്റെയോ കുടുംബത്തിൻ്റെയോ സമസ്ത മേഖലകളെയും സംരക്ഷിക്കുന്ന ദൈവങ്ങൾ ഒത്തുചേരുന്ന ഒരു ദൈവസഭയായാണ് ഈ ഒത്തുചേരൽ കണക്കാക്കപ്പെടുന്നത്. ഏഴിലോട് കാരാട്ട് കല്ലന്താട്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഈ തെയ്യങ്ങൾ ഒരുമിച്ച് വരുന്നത് കാണുന്നത് തന്നെ വളരെ മനോഹരവും ഭക്തി നിർഭരവുമായ കാഴ്ചയാണ്.
സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ തീരുന്നില്ല. വടക്കൻ മലബാറിലെ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിയോടെയും അല്പം ഭയത്തോടെയും കൂടെ നമ്മൾ കാണുന്ന ഗുളികൻ തെയ്യത്തിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. ഗുളികൻ്റെ ആവേശകരമായ പുറപ്പാടും ചുവടുകളും കാണാൻ മറക്കരുത്. കാരാട്ട് കലന്താട്ട് ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളുടെ ആദ്യ ഭാഗം ഇവിടെ കഴിയുന്നു. പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച ഗുളികന്റെ രൗദ്രഭാവവും ആ ചടുലമായ നീക്കങ്ങളും അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാം. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.